ഗൂണ്ട നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവിന്റെ സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ഡിവൈഎസ്പി MG സാബു അടക്കമുള്ളവർ പോലീസിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന ഉത്തരവിൽ വിമർശനം. ഗുണ്ട പോലീസ് ബന്ധം മറനീക്കി പുറത്തു വരുന്നതിനിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഷെഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷെഫീദ് റാവുത്തർ. വെരി ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കളങ്കമായി ഇന്നലത്തെ സംഭവം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ, അതായത് ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് ഇന്നലെ രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളതും ആ ഉത്തരവിൽ വീഴ്ച സംഭവിച്ചു എന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പറയുന്നുണ്ട്. കൂടാതെ ഗുരുതര അച്ചടക്ക ലംഘനം ഡിവൈഎസ്പി MG സാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പോലീസിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി. ഗുണ്ടകളെ നേരിടാൻ പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടിയായി MG സാബുവിന്റെ എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം ഈ ഉത്തരവിലുണ്ട്. സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം സംസ്ഥാനത്ത് വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് പിണറായി പോലീസ് പരാജയം എന്നടക്കമുള്ള ആക്ഷേപം പ്രതിപക്ഷം കാര്യമായി ഉയർത്തി. ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ യോഗം മുഖ്യമന്ത്രി വിളിച്ചത്. ഓപ്പറേഷൻ ആഗടക്കമുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോയി എന്ന സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം ഇന്നത്തെ യോഗത്തിൽ പറയാമായിരുന്നു. പക്ഷേ ഇന്നലത്തെ സംഭവം, അതായത് ഗുണ്ടയുടെ വീട്ടിലെ പോലീസ് പരിശോധനയ്ക്കിടെ ഡിവൈഎസ്പിയെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയ സംഭവം, അത് വിശദീകരിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ ഒരുപക്ഷെ രൂക്ഷമായ വിമർശനങ്ങൾ സേനയ്ക്കെതിരെ ഉയരും. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഗുണ്ടാക്രമണങ്ങൾ, ഓപ്പറേഷൻ ആഗൊക്കെ അടക്കം, അതായത് ഉന്നതതല പോലീസ് യോഗം വിളിച്ച സംസ്ഥാന പോലീസ് മേധാവി ഓപ്പറേഷൻ ആഗിന് നിർദ്ദേശം നൽകി ഗുണ്ടാ പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശമൊക്കെ നൽകിയെങ്കിലും ഏറ്റവും അവസാനം, അതായത് വഴിയിൽ തലമുടക്കുന്ന സാഹചര്യമായി പോയി പോലീസിന്റെ എന്നുള്ള വിലയിരുത്തൽ പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഉണ്ടായതായാലും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ കൂടാതെ ഇന്റലിജൻസ്, ക്രൈംബ്രാഞ്ച് അടക്കം ADGPമാരും മറ്റുന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 11:30 മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് ഈ യോഗം നടക്കുക. SKN. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.